ഹലോ, എന്നോട് വിശേഷം സുഖാന്ന് വിചാരിക്കുന്നത്. ഞാൻ ഐവിനാണ്. ഇന്ന് നമുക്ക് കോഴിക്കോട്ടെ ശനിയാഴ്ചയാണ്. ഓശാന ഞായറാഴ്ചയുടെ തലേ ശനിയാഴ്ചേനല്ലേ പിറ്റേ ശനിയാഴ്ചേനെ പറയുന്നതാണ് കോഴിക്കോട്ടെ ശനി. നമുക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കാൻ നമുക്ക് ആരംഭിച്ചാലോ. ആദ്യം തന്നെ നമ്മൾ നല്ല നൈസ് അരിപ്പൊടിയൊക്കെ എടുത്ത് നല്ല ചൂടുവെള്ളവും ഉപ്പുവെള്ളവും ഒക്കെ ഒഴിച്ച് നന്നായി ഉരുട്ടി നല്ല ചൂടോട് കൂടി ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ നോമ്പിൻ്റെ 41ാമത്തെ ദിവസമാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അന്നത്തെ വൈകുന്നേരങ്ങളിലാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം ഓശാന ഞായറാഴ്ചയായിരിക്കും. ബദാനിയിലേക്ക് ലാസറിനെ ഉയർപ്പിക്കാൻ വന്ന ഈശോ അന്ന് അവിടെ തങ്ങുകയും അവരുടെ ഭവനത്തിൽ അന്ന് സൽക്കാരം സ്വീകരിക്കുകയും ചെയ്തു. അന്ന് ലാസറിൻ്റെ സഹോദരിമാരായിട്ടുള്ള മർത്തയും മറിയവും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും എളുപ്പകരമായിട്ടുള്ളൊരു പലഹാരങ്ങളിൽ ഒന്നായിരുന്നു ഈ കൊഴുക്കട്ട. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും നമ്മളൊരു കൊഴുക്കട്ട സാറ്റർഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്തിനും കൂട്ടില്ല, എനിക്ക് നടക്കാൻ ഇതിലുണ്ട് കേട്ടോ. അച്ഛനാണ് എൻ്റെ വലം കൈയും ഇടം കൈയും. ചെറിയ തേങ്ങയായ കാരണം 2 തേങ്ങയോളം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉരുക്കിയ ബെല്ലത്തിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നമ്മൾ വിളയിച്ചെടുക്കും. എന്നിട്ടാണ് കുഴക്കട്ടയുടെ മാവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് വെച്ച് ക്ലോസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇത് നന്നായി വിളയിച്ച് എടുക്കണം അല്ലേ? എന്നിട്ട് ഇതിൽ എന്തിടണം അമ്മ? ജീരകപ്പൊടിയും ചുക്ക് പൊടിയും. നല്ല ജീരകവും ചുക്കും. നല്ല ജീരകം ചുക്ക് പൊടി ഇടും പൊടിച്ചിട്ട്. അങ്ങനെ കുഴക്കട്ടയെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നേ. അപ്പം നമ്മുടെ കുഴക്കട്ട ശനിയാഴ്ചയിൽ കുഴക്കട്ട ഉണ്ടാക്കി. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.